വിപിൻ, സ്ലെഡ്ജിംഗ് ഉപയോഗിക്കുന്ന ടീമിനെതിരെ അത് നേരിടുന്ന ടീം, അതിലെ കളിക്കാർ എങ്ങനെയായിരിക്കണം അതിനോട് പ്രതികരിക്കേണ്ടത്, അതിനെ എങ്ങനെയാണ് മാനസികമായി തരണം ചെയ്യാനാവുക? വളരെ നല്ലൊരു ഒബ്സർവേഷനിലെ ചോദ്യമാണ് ഇത് വരിക. സ്ലെഡ്ജിങ് എന്ന പ്രോസസ്സ് വഴിയായിട്ട് നമ്മുടെ മനസ്സിനെ കലക്കും, നെഗറ്റീവ് സ്ട്രോക്ക് വഴി കലക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നിരുന്നത്. അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുക എന്ന് പറയുന്ന രീതിയിൽ വന്നാൽ തിരിച്ച് നമ്മളും പ്രതികരിക്കേണ്ടി വരും. ഇവിടെ പലപ്പോഴും സംഭവിച്ചിരിക്കുന്ന നമുക്ക് ഈ ഹർഭജൻ സിംഗ് തിരിച്ചൊരു പ്രതികരണം ആൻഡ്രൂ സൈമൺസിനോട് പറഞ്ഞപ്പോൾ ആ പ്രതികരണത്തിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് അവിടെ നമുക്ക് മറ്റു ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കിയത്. നമ്മളുടെ മനസ്സിനെ നെഗറ്റീവ് ആക്കും എന്നുള്ളതുകൊണ്ട് തന്നെ പ്രഷറിനെ അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷറിനെ എങ്ങനെ ഡീൽ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു പരിശീലന പരിപാടി നമ്മളുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണം. അതോടൊപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന് വേണം. ഇവിടെ നമുക്ക് വേണ്ടി വരുന്ന നെഗറ്റീവായിട്ട് പ്രഷർ വരുമ്പോൾ സത്യത്തിൽ ആത്മസംയമനം എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ, നമ്മുടെ സെൽഫ് കൺട്രോൾ എന്ന് നമ്മുടെ മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ആ ഒരു സെൽഫ് കൺട്രോളിന്റെ മെത്തേഡ് ശരിക്കും ഇന്ത്യയിലെ ക്രിക്കറ്റിന്റെ നമ്മുടെ പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് അല്ലെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലേയേഴ്സ് എല്ലാവർക്കും കൃത്യമായൊരു കോച്ചിങ്, ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ കോച്ചിങ് അല്ലെങ്കിൽ ആ ബിഹേവിയർ മോഡിഫിക്കേഷൻ്റെ പ്രഷർ ഹാൻഡ്ലിങ്ങിന് സ്പെഷ്യൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള സ്പെഷ്യൽ ഫോക്കസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങോട്ട് അഗ്രസീവായിട്ട് പെരുമാറുമ്പോൾ തിരിച്ച് അഗ്രസീവായിട്ട് പെരുമാറിയാൽ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാകും. അഗ്രസീവായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു ചെറു പുഞ്ചിരി കൊണ്ട് നേരിടുകയും അല്ലെ മനസ്സിൽ അപ്പോൾ തന്നെ പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് ഇതിലൊന്നും ഞാൻ പതറില്ല എന്ന് പറയാനുള്ള ഒരു ആത്മവീര്യമാണ് ഏതൊരു കളിക്കാരനും വേണ്ടത്. അത് പ്രത്യേകിച്ചും ക്രിക്കറ്റ് പോലെ പ്രഷർ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രോസസ്സിൽ നമ്മുടെ മനസ്സിനോട് തന്നെയുള്ള ഓട്ടോ സജഷൻ വഴിയായിട്ട്, പോസിറ്റീവ് സജഷൻ വഴിയായിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് എനർജി വഴി ആത്മസംയമനത്തോടെ അല്ലെങ്കിൽ ആത്മസംയമനത്തോടെ പുഞ്ചിരിയോടെ പെരുമാറാവുന്ന രീതിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുകൾക്കും ഒരു പരിശീലനം ആവശ്യമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ മനോഹരമായി ആക്രമണോത്സുകത കാണിക്കുന്നത് ശ്രീശാന്ത് ആയിരിക്കാം. ശ്രീശാന്തിന്റെ പ്രതികരണങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ശ്രീശാന്തിന്റെ പ്രതികരണം നമ്മൾ ആദ്യകാലം മുതലുള്ള പ്രതികരണത്തെക്കുറിച്ച് ധാരാളം ചർച്ചകൾ വന്നതാണ്. കേരളത്തിന് ചുണക്കുട്ടിയാണ് അല്ലെ ഭാരതത്തിന് ചുണക്കുട്ടിയാണ് എന്നുള്ള രീതിയിൽ അനേകം ആളുകൾ അത് വളരെ പോസിറ്റീവായിട്ട് സ്വീകരിക്കുകയും ചെയ്തതാണ്. ശ്രീശാന്തിന്റെ പ്രതികരണങ്ങളെ നമുക്ക് ഒരു പരിധി വരെ വളരെ പോസിറ്റീവ് എന്ന് പറയാൻ സാധിക്കുള്ളൂ. കാരണം അത് 2020 വേൾഡ് കപ്പിലടക്കം ആ ഒരു അഗ്രസീവ് അപ്രോച്ച് തിരിച്ചു വന്നപ്പോഴാണ് ഇന്ത്യക്കാർക്കും ഇങ്ങനെ പ്രതികരിക്കാനായിട്ട് അറിയാം എന്ന് മനസ്സിലായത്. പക്ഷേ തീർച്ചയായിട്ടും അഗ്രഷൻ നമുക്ക് കൊടുക്കണം. അവരെയും ഇങ്ങോട്ട് സ്ലെഡ്ജിങ് നമുക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ തിരിച്ചും അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു പവറാണ് ഒരുപക്ഷെ അഗ്രഷനോട് നമുക്ക് കാണാൻ സാധിക്കുക. ഇതേ അഗ്രഷൻ, ഈ അഗ്രഷൻ എന്ന് പറയുന്നത് ആക്ടിങ് മാത്രമാകാതെ അതൊരു ബീയിങ് ആയി, അഗ്രഷൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ദേഷ്യപ്പെടണം നിർബന്ധമൊന്നുമില്ല. ആ കളിയിലുള്ള അഗ്രഷനാണ്, നമ്മൾ പങ്കെടുക്കുന്ന കളിയിൽ വിജയിക്കാനുള്ള അഗ്രഷനാണ് വേണ്ടത്. അത് മനസ്സിലൂടെ എല്ലാ കളിക്കാർക്കും കൃത്യമായിട്ടുണ്ടാവുകയും പെരുമാറ്റത്തിലൂടെ പ്രകടമായാലും ഇല്ലെങ്കിലും അത് ആവേശമായിട്ട് നിലനിർത്തുകയും ചെയ്യുക എന്നുള്ള അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ 2 പന്തെറിയുമ്പോൾ വളരെ ആവേശം കാണിച്ചേക്കാം, 3ാമത്തെ പന്തെറിയുന്നതിന് മുമ്പായിരിക്കാം ഓസ്ട്രേലിയൻ ടീമുകൾ നമുക്കെതിരെ ഒരു നെഗറ്റീവായ കമന്റ് പറയുക. അപ്പോൾ ആ ആവേശം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഓസ്ട്രേലിയയുടെ ഒരു സ്ലെഡ്ജിങ് അപ്രോച്ച് നമ്മളുടെ മേൽ വിജയം നേടുന്ന നമുക്ക് പറയേണ്ടി വരും. പലപ്പോഴും ശ്രീശാന്തിനും അത് സംഭവിച്ചിട്ടുണ്ട്, മറ്റു താരങ്ങൾക്കും അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.